നമുക്കേ ഈ പെരുന്നാൾക്ക് ഒരു വെറൈറ്റി പായസം അങ്ങ് തയ്യാറാക്കിയാലോ. വരുന്ന വിരുന്നകാരൊക്കെ ഒന്ന് നെട്ടിക്കോട്ടേനേ. അത്രയും ടേസ്റ്റും കൂടാണ് കേട്ടോ അത്. ഇതുപോലെ നല്ല പിങ്ക് കളറിലുള്ള ഒരു അടിപൊളി സേമിയ പായസമാണ് കേട്ടോ. എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. അപ്പേ നമുക്ക് ആദ്യം വേണ്ടത് ചവ്വരി ഒന്ന് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 1 കപ്പ് വെള്ളത്തിൽ നിങ്ങൾക്ക് 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കാം. ഞാനേ അത്ര നേരം ഒന്നും വെച്ചിട്ടില്ല, കാരണം അത് ചെറുതായത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് കാഷ്യൂനട്ട് റൈസിൻസ് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. 1 2 നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതുപോലെ റൈസിൻസ് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് ഇത് നമുക്ക് കോരി മാറ്റി വെക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത സേമിയാണ് ഉള്ളതെങ്കിൽ ആദ്യം നിങ്ങൾ സേമിയ ഇട്ടിട്ട് വറുത്തിട്ട് വേണം ബീട്രൂട്ട് ഇടാൻ കേട്ടോ. അപ്പം ഞാൻ ആ നെയ്യിലേക്ക് 1 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ബീട്രൂട്ട് നല്ല പോലെ വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെ കുറച്ച് ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കും കൂടെ വേണം. ഞാൻ 1 ബീട്രൂട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾ 1/2 ബീട്രൂട്ട് എടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ ഇത് വെന്ത് കിട്ടണം. എന്നിട്ട് ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ല പോലെ അരച്ചെടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ 500 മില്ലിയിലോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഒക്കെ അളവ് കുറച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചവ്വരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴാണ് കേട്ടോ ചവ്വരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സേമിയാണ്. ഞാൻ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് വറുത്ത സേമിയ ആയതുകൊണ്ട് ഞാൻ വറക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ വറക്കാത്തതാണെങ്കിൽ ആ സമയത്ത് നിങ്ങളൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നല്ലപോലെ തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ കളർ കിട്ടുകയും വേണം. അതുമാത്രമല്ല, ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ലപോലെ ഇറങ്ങി വരണമെങ്കിൽ നമ്മളിതുപോലെ അരച്ചെടുത്തതും കൂടെ അതിലേക്ക് കുറച്ച് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പാണ് അതിൽ നിന്ന് എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കളർ ഇതിന് വരികയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ആ ഒരു ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കടിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മധുരം എപ്പോഴും നമ്മുടെ ഇഷ്ടമാണ്, എത്രത്തോളം വേണം എന്നുള്ളത്. പിന്നെ നമ്മളെ ഈ പായസം നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ബീട്രൂട്ടിന് ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ ആ പായസം പിരിഞ്ഞു പോവാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്നൊന്നും പിരിഞ്ഞു പോകുന്നില്ല, കാരണം നമ്മൾ ബീട്രൂട്ട് രണ്ടും മധുരം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുത്തൊന്നുമില്ല. എന്നാലും നിങ്ങളൊന്ന് ഇളക്കിക്കൊണ്ട് തന്നെ വേവിക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കൂല, കാരണം ബീട്രൂട്ടും വെന്തതാണ്, നമ്മൾ ഗ്രേറ്റ് ചെയ്തതും ഒക്കെ വെന്തിട്ട് ലാസ്റ്റാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തിളച്ചും കിട്ടും. അപ്പോൾ നമ്മളെ വിളമ്പാൻ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഇടാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് അത് ഗസ്റ്റിന് അങ്ങ് കൊടുത്തു നോക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.